പക്ഷേ നിർഭാഗ്യവശാൽ പൈസ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇനി സെക്കൻഡ് ഹാൻഡ് ആരെങ്കിലും കൊടുക്കും മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. 999 യൂണിറ്റുകളും ഇന്ത്യയിൽ വിറ്റ് പോയിരിക്കുകയാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രൊമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് B6-ന്റെ ബാറ്റ്മാൻ എഡിഷനാണ്. നമുക്ക് മഹീന്ദ്രയുടെ B6-നെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് വരെ നമ്മൾ കാണാത്ത ഒരു ഡിസൈനിലുള്ളൊരു വാഹനമായിട്ടാണ് B6 വന്നത്. ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളൊക്കെ ആണെങ്കിലും ഈ വാഹനം വഴി കാണുന്ന സമയത്ത്, കുട്ടികൾ മാത്രമല്ല, കുട്ടികളും സ്ത്രീകളും ഒക്കെ, പുരുഷന്മാർ പൊതുവേ ഇങ്ങനത്തെ ഡിസൈൻസിനോട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരുപാട് B6-നെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു ബാറ്റ്മാൻ എഡിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ബാറ്റ്മാനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1939 DC-യുടെ ഈ പറഞ്ഞ DC കോമിക്സിലൊക്കെ വന്നിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം ആ കാലഘട്ടം പോലെ ഈ കാലഘട്ടം വരെ ബാറ്റ്മാൻ ഇപ്പോഴും ഒരു ഭയങ്കര പേരും പ്രശസ്തിയുണ്ട്. കാരണം ബാറ്റ്മാൻ്റെ പേരിലുള്ള എല്ലാ സാധനങ്ങളും ലൈക്ക് കളിപ്പാട്ടങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പല ഗാഡ്ജറ്റുകൾ ലോകം ആകമാനം പല രീതിയിൽ വിൽക്കപ്പെട്ട് പോകുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബാറ്റ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിഷൻ മഹീന്ദ്ര ഇറക്കിയിരിക്കുകയാണ്. B6-ൽ ആദ്യം 300 യൂണിറ്റുകൾ മാത്രമായിരുന്നു ഓൾ ഇന്ത്യയിൽ ഈ വാഹനം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഹൈലി ഡിമാൻഡ് വന്നതുകൊണ്ട്, അതായത് വെറും 135 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ബുക്കിംഗ് കംപ്ലീറ്റ് ആയി. അതായത് ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് വെറും 135 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ബുക്കിങ്സ് കംപ്ലീറ്റ് ആയി. പിന്നെയും ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഒത്തിരി പേർക്ക് ഈ ഒരു വാഹനം വേണമെന്നുള്ളതുകൊണ്ട് മഹീന്ദ്ര അത് 999 യൂണിറ്റ്സ്, അതായത് 1000 യൂണിറ്റ് കഴിച്ചില്ല, 999 യൂണിറ്റുകൾ മഹീന്ദ്രയുടെ B6 ബാറ്റ്മാൻ എഡിഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ 4 വാഹനങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള CBC മഹീന്ദ്രയിൽ ഇന്ന് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് 3 വാഹനങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനങ്ങളോടെ കാണാനായിട്ട് പറ്റും. ഒരു വാഹനം കൂടെ ഇനിയിപ്പോൾ യാർഡിൽ നിന്ന് വരാനുണ്ട്. അപ്പം ഈ 3 വാഹനങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡെലിവറി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനകത്ത് ഈ ബാറ്റ്മാൻ എഡിഷനിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ വാഹനത്തിനകത്ത് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ബാറ്റ്മാൻ നിങ്ങൾക്കറിയാം, ഒരു വവ്വാലിൻ്റെ രൂപമുള്ള ഒരു മനുഷ്യനാണല്ലോ അല്ലേ, ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാറ്റ്മാൻ്റെ ഗൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആണ്. പിന്നെ 2 ചെവി നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനത്തിന് ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. പ്യുവർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. അതുമാത്രമല്ല, ഈ വാഹനത്തിനകത്ത് ഈ പെയിൻറ്റിനകത്ത് ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ടച്ച് ഉണ്ട്. ലൈക്ക് നമുക്കൊരു ചെറിയ തിളക്കം നോക്കി പെയിൻറ്റിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. B6-ലേക്ക് വരുമ്പം പ്രധാനമായിട്ട് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ എഡിഷന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. ആ സെയിം ഫ്രണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ബാറ്റ്മാൻ്റെ ലോഗോസ് സൈഡിലും അകത്തുമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഞാൻ എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന എല്ലാ ബാറ്റ്മാൻ ലോഗോസും നിങ്ങളെ കാണിക്കുക. നിങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ലാസ്റ്റ് താഴെ കമൻറ്റ് കൊണ്ട് എഴുതാൻ നന്നായിരിക്കും. അപ്പം ഫ്രണ്ട് വശമൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം നമുക്കിനി സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഉള്ള വാഹനങ്ങൾ ഇതെന്ന് പറയുന്നത് പാക്ക് 3 ആണ് വരുന്നത്. പാക്ക് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പല വേരിയൻ്റ് ആയിട്ടാണ് വാഹനം കിട്ടുന്നത്. അതിലേറ്റവും ടോപ്പ് ആൻഡ് ട്രിം ആയിട്ടാണ് ബാറ്റ്മാൻ സീരീസ് വന്നിരിക്കുന്നത്. 79 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്, LFP ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 682 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. അതായത് ഏകദേശം 580 to 600 നമുക്ക് ഓൺ റോഡ് റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ആ പാക്ക് 3-ക്കകത്ത് വന്നിരിക്കുന്നതിനകത്ത് ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളിനകത്തും 19 ഇഞ്ച് ടയേഴ്സ് വരുന്ന സമയത്ത് ഇവിടെ 20 ഇഞ്ചസിൻ്റെ വലിയ MRF-ൻ്റെ ടയറാണ്, മർക്കസാണ് ടയേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഭാഗം ലോഗോ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ്ടോ ബാറ്റ്മാൻ്റെ ഒരു ലോഗോ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പോയിൻ്റാണ്. പിന്നെ വേറെ എടുത്ത് തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഹനം ബ്ലാക്ക് മാത്രമല്ല, ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ആൽക്കമി ഗോൾഡ് എന്ന് പറഞ്ഞ കളറ് നമുക്ക് ഇവിടെ ഒരു സസ്പെൻഷനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ അത് വാഹനത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇനി രണ്ടാമത്തെ ബാറ്റ്മാൻ്റെ ലോഗോ ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടോ, നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ബാറ്റ്മാൻ്റെ ലോഗോ ഇവിടെ എംബോസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബാറ്റ്മാൻ കാണണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ബാറ്റ്മാൻ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ നമ്പേഴ്സ് പറയത്തില്ല കേട്ടോ, നിങ്ങൾ ലാസ്റ്റ് ഇത് കൗണ്ട് ചെയ്യണം. ഇതാണ്ട് ഇവിടെ വലിയൊരു സ്റ്റിക്കറിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഗ്ലാസ്സുകളാണ്. എല്ലാ ഗ്ലാസ്സുകളിലും ഈ ബാറ്റ്മാൻ്റെ ലോഗോ ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഉള്ള ഗ്ലാസ്സുകളെല്ലാം ബാറ്റ്മാൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ നമുക്കിവിടെ ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ, നമുക്കിതിൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയില്ല, ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഒരു ബോൺ ഇലക്ട്രിക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു SUV ആണ് നമ്മുടെ ഒരു വാഹനം എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം ആ ഒരു ഇതുണ്ടോ, വീൽ കപ്പിൻ്റെ നടുക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടയേഴ്സിൻ്റെ നടുക്കായിട്ട് നമുക്കിവിടെ ഒരു ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് എവിടെയൊക്കെ ബാറ്റ്മാൻ്റെ ലോഗോ ഉണ്ടെന്ന് നോക്കാം. ഈ ഗ്ലാസ്സിൽ ഇവിടെ ഒരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ
B6 ഈ ലോഗോയുടെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയും ഒരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആ ബാറ്റ്മാൻ്റെ ആ ഒരു ലൈക്ക് ആ ഒരു വവ്വാല് പറന്ന് നിൽക്കുന്ന പോലുള്ള ഒരു സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആ സംഭവമാണ് അവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഞാൻ പുറകിൽ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ടയറിന് അടുക്കായിട്ട് നമുക്ക് ആ ബാറ്റ്മാൻ്റെ ലോഗോ കാണാം. വേറൊരു കാര്യം കൊണ്ട് പറയാണ്ട് പറ്റുമോ, നമുക്ക് ഇതിൻ്റെ ഒരു കാലിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ കാലിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാലിപ്പേഴ്സ് ഒക്കെ ആ ഒരു ഗോൾഡൻ ആൽക്കമി ഗോൾഡ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വശത്തേക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഗ്ലാസ്സുകളിലൊക്കെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഗ്ലാസിൻ്റെ കോർണേഴ്സിലൊക്കെ ആ ലോഗോ ഉണ്ട്. ഇവിടെ ബാറ്റ്മാൻ B6 ബാറ്റ്മാൻ എഡിഷൻ എന്നുള്ള ഒരു സ്റ്റിക്കറിംഗ് ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൽ ലോഗോ ഉണ്ട്. അതുപോലെ ഇവിടെ ബാറ്റ്മാൻ്റെ ആ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് കാണാം. ഇവിടെ ഒരു ഗോൾഡൻ ലോഗോ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ ഇവിടെ ഒരു പഡിൽ ലാമ്പ് എന്ന് പറയുന്ന ലാമ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ രാത്രി നമ്മൾ ഈ വാതിൽ തുറക്കുന്ന സമയത്ത് താഴെ ലൈറ്റ് വരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിലും ബാറ്റ്മാൻ്റെ ലോഗോ വരും. അപ്പം അത്രയും ബാറ്റ്മാൻ്റെ ലോഗോ നമുക്ക് പുറത്ത് തന്നെ കാണാൻ സാധിക്കും. ഇനി അകത്ത് പോകുമ്പോൾ എത്ര ബാറ്റ്മാൻ ലോഗോസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു പോർഷനൊക്കെ ഒരു ഗോൾഡൻ കളറാണ്. നേരത്തെ പറഞ്ഞില്ലേ ആൽക്കമി ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് പല ഭാഗത്ത് നമുക്ക് കാണാണ്ട് നമുക്ക് സാധിക്കും. അകത്ത് കയറുന്ന സമയത്ത് ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടാഗാണ് വരുന്നത്. സാധാരണ ഒരു ഡോർ ഹാൻഡിലിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു ടാഗാണ് B6 വരുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ടാഗിനകത്തും ഒരു ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡോർ ട്രിമിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ആൽക്കമി ഗോൾഡിൻ്റെ കളേഴ്സാണ്. അതുകൊണ്ട് ഈ ഒരു നമുക്കറിയാം B6 എന്ന് പറയുമ്പോൾ ഡ്രൈവറിൻ്റെ ഏരിയ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോക്പിറ്റ് പോലെയാണ്. കാരണം സ്വിച്ചസ് ഒക്കെ മോളിൽ വരുന്നത് നിങ്ങൾ ഓൾറെഡി ഈ വാഹനം കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ്സിന് വ്യത്യാസമുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബാറ്റ്മാൻ്റെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആ സീറ്റ്സ് വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ്. അതിനകത്ത് മറ്റേ ഈ ബാറ്റ്മാൻ്റെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അടുത്തൊന്നും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കീ ആണ്. ഈ കീ ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന കീ ആണ് കേട്ടോ. കീക്കകത്തും ആ ഒരു ഗോൾഡൻ ഒരു കളേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കീ ആണ്. അപ്പോൾ നമുക്ക് അതിവിടെ വെക്കാനുള്ള ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ B6 സ്റ്റിയറിംഗ് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല. രണ്ട് വശത്തും നമുക്ക് മുകളിലും താഴെയും ഫ്ലാറ്റ് ബോട്ടം ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്പും ഫ്ലാറ്റ് ബോട്ടം ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ഒരു റിങ്, നമുക്ക് ഗോൾഡൻ കളറുള്ള റിങ് നമുക്ക് ഇവിടെ കാണാനും നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ AC വെന്റുകളുടെ ഭാഗമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഗോൾഡൻ കളർ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതെല്ലാം ആ ഒരു ബാറ്റ്മാൻ എഡിഷൻ മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1999 അതായത് 999 പീസസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഈ ബാഡ്ജിങ്ങിനകത്ത് നമുക്ക് ഇത് എത്രാമത്തെ നമ്പർ വാഹനമാണെന്ന് നമുക്ക് അറിയാണ്ട് പറ്റും. ഇവിടെ ഒരു നമ്പർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്പർ എന്നാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ഷീൽഡ് കൊടുത്തിട്ടാണ് ആ സംഭവം അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള ചേഞ്ചസ് ഒന്നും B6 നിന്നില്ല. ഇന്ത്യയിൽ വരുമ്പോഴുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ആ ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തും നമുക്ക് അവിടെ ഒരു ബാറ്റ്മാൻ്റെ ഒരു സിമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു വശത്തേക്ക് വരുന്ന ആ ഒരു വശത്ത് ആ ഒരു ബാറ്റ്മാൻ്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് വരാം. അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിൽ വന്നിരിക്കുകയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് എവിടേക്കാണ് ബാറ്റ്മാൻ്റെ ലോഗോ നോക്കാം. ഈ ഡോർ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാച്ചില്ലേ, നമ്മൾ ഈ ഡോർ അടയ്ക്കാനുള്ള ലാച്ച്, ആ ലാച്ചിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ബാറ്റ്മാൻ്റെ ഒരു ചെറിയ ഒരു ഗോൾഡൻ കളറുള്ള ലോഗോ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഒബ്വിയസ്ലി ഈ രണ്ട് സീറ്റുകളിനകത്തും നമുക്ക് ഈ ബാറ്റ്മാൻ്റെ ലോഗോ അവർ എംബോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ റൂഫ് എന്ന് പറയുന്നത് പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺ റൂഫാണ്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ആ പാൻഡമിക്കകത്തുള്ള സൺ റൂഫിനകത്തുള്ള ഒരു ലൈറ്റിംഗ്, നമുക്കിത് ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്, പല കളറിൽ നമുക്ക് മോഡ് ലൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ബാറ്റ്മാൻ്റെ ലോഗോ ഉണ്ട്. അതായത് രാത്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റ്മാൻ്റെ ഷേപ്പിൽ ആ ലൈറ്റ് ഇങ്ങനെ കത്തിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാറ്റ്മാൻ എഡിഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 27,79,000 രൂപയാണ്. അത് ഏകദേശം 33 ലക്ഷം രൂപയോളം വരും ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ നിർഭാഗ്യവശാൽ പൈസ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇനി സെക്കൻഡ് ഹാൻഡ് ആരെങ്കിലും കൊടുക്കുമ്പോൾ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. 999 യൂണിറ്റുകളും ഇന്ത്യയിൽ വിറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള റെയർ എഡിഷൻസ്, അത് നമുക്കൊരു കളക്ടേഴ്സ് എഡിഷൻസ് ആയിരിക്കും പലരും ഉപയോഗിക്കുന്നത് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ വാഹനം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് 4 വാഹനങ്ങൾ എടുക്കുന്ന 4 പേർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് രൂപേണ എഴുതുക. ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതുപോലെ എത്ര ബാറ്റ്മാൻ്റെ ലോഗോ നിങ്ങൾക്ക് എണ്ണാൻ പറ്റി എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് രൂപേണ എഴുതുക.
പുതിയ വീഡിയോ കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.